കന്നി പ്രസവത്തിൽ 20+ കിട്ടുന്ന പശുക്കളാണ്. കന്നി പ്രസവത്തിൽ 20+ നമുക്ക് ഉറപ്പിക്കാം, ഗ്യാരണ്ടി ആയിട്ട് ഉറപ്പിക്കാം. ഇവിടെ നിൽക്കുന്ന എല്ലാം ഒരേ ക്വാളിറ്റി പശുക്കളാണ്. ഈ കാണുന്ന എല്ലാ ഹൈറ്റും വെയിറ്റും ആരോഗ്യമുള്ള പശുക്കൾ, ഒരേ ക്വാളിറ്റിപ്പെട്ട പശുക്കളെല്ലാം നിൽക്കുന്നത്. അപ്പൊ നല്ല ഒട്ടകത്തിന്റെ സൈസിലുള്ള നല്ല അടിപൊളി ബ്രീഡ് പശുക്കളുമായിട്ടാണ് നമ്മൾ മണിച്ചേട്ടൻ വന്നിരിക്കുന്നത്. മണിച്ചേട്ടാ പശുക്കളാണല്ലോ, നല്ല സൂപ്പർ പശുക്കളാണ്, കിടക്കാച്ചി പശുക്കൾ. ഇതിന് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ബ്രീഡ് കന്നി പ്രസവത്തിൽ 20+ കിട്ടുന്ന പശുക്കളാണ്. കന്നി പ്രസവത്തിൽ 20+ നമുക്ക് ഉറപ്പിക്കാം, ഗ്യാരണ്ടി ആയിട്ട് ഉറപ്പിക്കാം. ആ നിലയ്ക്കുള്ള പശുക്കളാണ്. അതായത് ഹൈറ്റ് വെയിറ്റ് കണ്ടില്ല, നമ്മൾ മണിച്ചേട്ടനാണ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നിലയിലാണ് അത് പശുക്കളുടെ ഒരു നിപ്പ്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡാണ്. ഇതേ ടൈപ്പ് പശുക്കളാണല്ലോ ബാക്കി നിൽക്കുന്ന പശുവെല്ലാം 2 കൊല്ലം 4 കൊല്ലം പ്രായമുള്ള പശുക്കളാണ്. ഓക്കെ, ഇതിപ്പോ മൊത്തം എത്ര നിപ്പുണ്ട് ഇവിടെ? മൊത്തത്തിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ 55 ഉണ്ട്. 55 ഈ ഷെഡിലും അപ്പുറത്തും പറമ്പിലും ഒക്കെ ആയിട്ട് അഴിച്ച് മാറ്റിയൊക്കെ കെട്ടിയിരിക്കുക. മൊത്തം 55 അല്ലേ? നമ്മളിപ്പോ നിലവിൽ 20 ഉള്ളൂ, 35 നമ്മൾ മേടിച്ചു കഴിഞ്ഞു. 35 നമ്മൾ ഇതിനകത്ത് എടുത്തു കഴിഞ്ഞു. നമുക്ക് എവിടെയൊക്കെ പോകുന്നു? നമ്മൾ തൊടുപുഴയ്ക്ക് എടുത്തു കഴിഞ്ഞു. അപ്പൊ അതിനകത്തുള്ള പശുവാണ്, നമ്മൾ എടുത്ത പശുക്കളിൽ ആണ് നമ്മളെ മണിച്ചേട്ടൻ കൈ പിടിച്ചിരിക്കുന്നത്. നമുക്കിത് എത്ര ദിവസം കൂടെ ഉണ്ടാവും? ഇത് ഇപ്പം ഇതെല്ലാം 7 മാസം ചെനയുള്ളതാണ്. 7 മാസം ആ രീതിയിൽ മുകളിലുണ്ട്. അതായത് നമുക്ക് ഫാമിൽ കൊണ്ട് നിർത്തി നമുക്ക് ക്ലൈമറ്റായിട്ട് യോജിച്ച് എല്ലാം സെറ്റാക്കി പ്രസവിച്ച് കഴിയുമ്പോൾ യാതൊരു കുഴപ്പം പശുവിനും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു വിലഭാഗം എങ്ങനെയാണ് മണിച്ചേട്ടാ? ഏകദേശം അതായത് ചുരുങ്ങിയ വിലയാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ടോപ്പല്ല. 75-80 മുകളിലാണ് പശുക്കൾ നിൽക്കുന്നത്. 75-80 സ്റ്റാർട്ടിങ്. നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു പാൽ കപ്പാസിറ്റി അടുത്ത് പറഞ്ഞ പോലെ കന്നിയിൽ അത്രയും കിട്ടും. പിന്നെ 2ാം പേരും 3ാം പേരൊക്കെ ആകുമ്പോൾ ഇതിന്റെ മടിയുടെ അല്ലേ, നല്ല ആന മടി സെറ്റ് ആവും. ഇപ്പൊ മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, കർഷകർ കണ്ടു കാണാം, പല വീഡിയോ ഒക്കെ കാണാം. അപ്പൊ അവർക്ക് ഈ മടി സെറ്റുള്ള പശുക്കളെ കാണുന്നില്ലേ, അപ്പൊ ആ രീതിക്കുള്ള ആവുന്ന പശുക്കളായി നിൽക്കുന്നതല്ല. അതെ, നമുക്ക് ഫാമിലേക്ക് പശു പറ്റും, ഫാമിലേക്ക് ഗ്യാരണ്ടി ആയിട്ട് പറ്റിയ പശുക്കൾ അതല്ല. ഇത് നമ്മൾ എടുത്ത കൂട്ടത്തിലുള്ള പശുക്കളാണ് കേട്ടോ. ഇതും എടുത്ത കൂട്ടത്തിലുള്ള പശുക്കളല്ലേ? ഇതും ഏതാണ്ട് അതേ സെയിം ക്വാളിറ്റി. അതെ, എല്ലാം ഒന്നിനൊന്ന് ഒരേപോലെ ഇരിക്കുന്നത്. ഇത് ഇച്ചിരി ഡൈറ്റ് അതന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം 20+ കിട്ടുന്ന കന്നി തന്നെ കിട്ടുന്നതാണല്ലേ. പിന്നെ ഇതിന്റെ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ നേരത്തെ ആ സെയിം സാധനം കേട്ടോ. അതേ കണ്ടില്ലേ, ഇതിന്റെ ക്വാളിറ്റി കണ്ടോ? ഈ നിരക്കാണ് പശുക്കൾ നിൽക്കുന്നത്. ഇതേപോലത്തെ പശുക്കൾ എടുത്തു കഴിഞ്ഞാല് നീണ്ട കറവയ്ക്ക് വേണ്ട കൂടുതൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ജേഴ്സിയൊക്കെ ആകുമ്പോൾ പാൽ അത്യാവശ്യം കുറവായിരിക്കും. പിന്നെ പാൽ മറ്റേ ഒരുപാട് കാലം കറക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതൊക്കെ ആകുമ്പോൾ ഒരു കുറച്ച് കാലം ഇങ്ങനെ കറക്കും. അത് കഴിയുമ്പം നമുക്ക് അടുത്ത പശുവിനെ കയറ്റാം. അങ്ങനെയൊക്കെ വേണ്ടി മേടിക്കുന്നത് ഫാമുകാർക്ക് പറ്റിയ പശുക്കൾ. ഫാമിലേക്ക് പറ്റുന്ന ഇങ്ങനത്തെ ബ്രീഡ് പശുക്കൾ എടുക്കുന്നത് ഇങ്ങനത്തെ പശുക്കളാണ് വേണ്ടത് അവർക്ക്. റഹീം, നമ്മൾ നേരത്തെ എടുത്ത പശുവിന്റെ ബാക്കിയാണ് നിൽക്കുന്നത്. അതായത് ബാക്കിയുള്ള 55 പറഞ്ഞ 35 നമ്മളെടുത്തു. ഓക്കെ, ഈ നിൽക്കുന്ന ഏകദേശം ഒരു 20ഓളം പശുക്കൾ ഇവിടെ നിൽപ്പുണ്ട്. അതായത് ഇവിടെയും അവിടെയൊക്കെ അതെ, നമ്മള് നേരത്തെ എടുത്ത പശുക്കളും ഈ പശുക്കളെല്ലാം 2 കൊല്ലം 4 കൊല്ലം കടാരികളാണ്. എല്ലാം കന്നി പ്രസവമാണ്. അതിനകത്ത് വേറെ 2ാം പേരോ 3ാം പേരോ ഒന്നും എല്ലാം ഒരേ രീതിക്കുള്ള പശുക്കൾ. ഇതേ കണ്ട് റഹീമേ, ഇത്തരം പശുക്കൾ മാത്രമല്ല, ഇനിയിപ്പോൾ ഇത് കൂടാണ്ട് ഇപ്പോൾ ജേഴ്സി വേണോ, ഇനിയിപ്പോൾ വേറെ രീതിക്കുള്ള പശുക്കൾ ഏത് ബ്രീഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിക്കുള്ള പശുക്കൾ എടുത്തു കൊടുക്കും. നമുക്ക് ഒരുപാട് ഫാമുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ കേരളത്തിലുള്ള തമിഴ്നാട്ടിലുള്ള കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തു കൊടുക്കാം. പാലക്കാട് നമുക്ക് എടുത്തു കൊടുക്കാം. പിന്നെ മാക്സിമം വേറെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് നിന്ന് നിൽക്കുന്ന പശുവാണെങ്കിൽ തമിഴ്നാട് പശുക്കളാണ് ഇവിടുന്ന് തന്നെ കൊണ്ടുവരുന്നത്. പിന്നെ ഫാമുകാർക്കാണ് ഏറ്റവും കൂടുതൽ പശുക്കൾ വേണ്ടത്. വീട്ടുകാർക്ക് ആവശ്യമില്ല, വീട്ടുകാർക്ക് 1-2 പശുക്കൾ ആവശ്യമുള്ളൂ. അപ്പോൾ അവർക്ക് സെലക്റ്റീവായിട്ട് നമ്മൾ എടുത്തു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഫാമിലേക്ക് പറ്റുന്ന തരത്തിലുള്ള പശുക്കളാണ് ഈ ഒരു ഫാമിൽ നിലവിൽ നിൽക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് എത്ര പരിചയമുണ്ട്? എത്ര ഫാമുകാരെ? ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 80ഓളം പശുക്കളുണ്ട്. 80ഓളം ഫാമുകളുണ്ട്. നമുക്ക് ശരിക്കും എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 27-28 വർഷം. 27 വർഷമാണ്. അപ്പൊ എത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ചന്തയിൽ നിന്ന് സാധനം എടുത്തു കൊടുക്കും. നമ്മള് ഞാൻ ചന്തയിൽ നടത്തി കൊടുക്കാറുണ്ട്, വീടുകൾ നടത്തി കൊടുക്കാറുണ്ട്, ഫാമുകൾ നടത്തി കൊടുക്കാറുണ്ട്. പല ആൾക്കാരുടെ ബന്ധമുണ്ട്. പിന്നെ ഇപ്പൊ ഏത് മാർക്കറ്റിൽ പോകണമെന്ന് അവർ ചൂസ് ചെയ്താൽ അവർ പറയുന്നതാണ് കണക്ക്. കർഷകൻ പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നുള്ള പശുവിനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് എടുത്തു കൊടുക്കും. മാർക്കറ്റിൽ ചെന്ന് കൊടുക്കുന്ന മാർക്കറ്റിൽ കൊടുത്തു കൊടുക്കും. ഏതൊക്കെ മാർക്കറ്റ് ടൈപ്പ് ഉണ്ട്? നമ്മൾ ഈറോഡ് മാർക്കറ്റ്, കറവ പശുവായിട്ടുള്ള ഏറ്റവും ടോപ്പുള്ളത് ഈറോഡ്. അതായത് ഏഷ്യയിലെ ഏറ്റവും നമ്പർ 1 ഈറോഡ് മാർക്കറ്റാണ് കറവയിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ചിന്താമണി അവിടെ നമുക്ക് പരിചയമുണ്ട്. പിന്നെ അത് കൂടാണ്ട് കാര്യമംഗലം മാർക്കറ്റ്, അത് ചെറിയ മാർക്കറ്റ് വേറെയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് എടുക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ മാർക്കറ്റിൽ പോകാന്ന് മാർക്കറ്റിൽ കൊടുക്കാം. അപ്പൊ അവർക്കും നമുക്ക് എടുത്ത് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, കർഷകനാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ പോകണോ, ഫാമുകളിൽ പോകണോ, വീടുകളിൽ പോകണോ എന്നുള്ളത് കർഷകൻ ചൂസ് ചെയ്യും. പിന്നെ വേറെ കാര്യം പറയാം, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ്, ഈ കാണുന്ന പശുക്കളൊക്കെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ എത്തുന്നത്. അത് തന്നെ അല്ലേ?
ഇവിടുന്ന് മാർക്കറ്റിൽ പോയി മേടിക്കുന്നതിനേക്കാളും ലാഭത്തിൽ ഇവിടുന്ന് മേടിക്കാനായിട്ട്. പക്ഷെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് തന്നെയാണ്. അതിനകത്ത് മാർക്കറ്റിനകത്ത് ചെറിയൊരു വ്യത്യാസം. അതായത് ഇവിടെ ഒരു 50 പശുക്കൾ വരുമ്പോ അവിടെ ആയിരക്കണക്കിന് പശുക്കൾ കയറും. അതാണ് വ്യത്യാസം. പിന്നെ ബ്രീഡ് നമ്മൾ നോക്കി തെരഞ്ഞു പിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തറകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാം. അപ്പൊ ഈ നിലയ്ക്കുള്ള പശുക്കൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മണിച്ചേട്ടൻ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. മണിച്ചേട്ടൻ എങ്ങനെയാ നിങ്ങളെ വിളിക്കേണ്ട കാര്യങ്ങളൊക്കെ? ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ പറഞ്ഞില്ല, തമിഴ്നാട്ടിൽ നമുക്ക് ഫോളോവർ തമിഴ്നാട് എല്ലാം എടുക്കാം. അത് കൂടാതെ ഇങ്ങനത്തെ പശുക്കളൊക്കെ തമിഴ്നാട്ടിൽ വലിയ ദൂരമൊന്നുമില്ല. നമ്മുടെ ബോർഡർ കഴിഞ്ഞാലും ദൂരം പോകേണ്ട കാര്യമില്ല. ബോർഡറിന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ചുറ്റുള്ളത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടിൽ ഇവിടുത്തെ വണ്ടി സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാം. മറ്റേ വണ്ടി കയറ്റി വിടാം.